നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1868 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ MS പീതാംബരൻ സാറാണ്. റിട്ടയർഡ് CMO, ഹോമിയോപ്പതി, കാസർഗോഡ് ജില്ല. 42 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഇന്നത്തെ വിഷയം ആർണിക്ക വൈറ്റമിൻ D എൻ്റെ അനുഭവം എന്നുള്ളതാണ്. ഡോക്ടറുടെ അനുഭവം നമുക്ക് വിവരിച്ചു തരുന്നതിനായി ഡോക്ടർ MS പീതാംബരൻ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഹലോ. ആ, എനിക്കത് ഷെയർ ചെയ്യാനുള്ള 2-3 സ്ലൈഡ് ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യാനുള്ള എന്ത് ചെയ്യണം? ഉണ്ട് സാറേ. സാർ ഇപ്പോൾ കോഹോസ്റ്റ് ആണ്, സാറിന് ചെയ്യാം. ആ ആ അതിപ്പോ നടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആർണിക്കയുടെ അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്കിപ്പോൾ തുടങ്ങാവുന്നതാണ്. ഹലോ. കേൾക്കാം സാർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുഭവങ്ങൾ കൂടാതെ എൻ്റെ സ്വയം 1-2 അനുഭവങ്ങൾ കൂടി പറയാം. എനിക്ക് തന്നെ സംഭവിച്ചത്. സാറേ ഈ അഡ്മിൻ എന്ന് പറയുന്നതാണ്, അത് സാറിന്റെ തന്നെ ആരുടെയെങ്കിലും ഫോൺ നമ്പറാണോ? അത് സാറ് തന്നെയാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് വേറെ ആളാണോ? അല്ല, ഞാൻ തന്നെയാണ്. ആണല്ലേ. ആ ആ ആ, അല്ല, അഡ്മിൻ വാണ്ട് അങ്ങനെ കാണിച്ചായിരുന്നു. ഉണ്ടല്ലേ. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഒരു നമ്പർ കാണുന്നുണ്ട്. ഇപ്പൊ ഇനി സാറിന് അറിയാം. സാർ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോ കമ്പ്യൂട്ടറിലാണ് ആ ഇത് സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഫോണിൽ കൂടിയാണ്. അല്ല, അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൽ കാണിക്കണം. അത് നമ്മൾ കോഹോസ്റ്റ് ആക്കിയാലേ സാറിന് കാണിക്കാൻ പറ്റുള്ളൂ. അത് ഏത് ലാപ്ടോപ്പാണ്? അഡ്മിൻ ആണോ? അത് ഞാൻ തന്നെയാണ് അതിന്റെ അഡ്മിൻ. അല്ല, അഡ്മിൻ എന്ന് എഴുതിയിരിക്കുന്ന ലാപ്ടോപ്പ് ആണോ? ആ അതാണോ? അത് സാറിന്റെ ആണോ? അതെ ആ, അതെ എന്റെയാണ്. അതെ അഡ്മിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ, അത് നമ്മൾ കോഹോസ്റ്റ് ആക്കിയാലേ സാറിന് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കട്ടെ അത്. ഒരു സെക്കൻഡേ. അതിപ്പോ കാണുന്നില്ലല്ലേ. അഡ്മിൻ അത് അത് കോഹോസ്റ്റ് ആക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് സാറിന് അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ. ശരി, ഷെയർ ചെയ്തു. ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണും സാർ. അത് വൈറ്റമിൻ ഡിയുടെ ഇത് സ്ലൈഡാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്. ഇത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഒരു 10-20 വർഷം മുമ്പ് ഞാൻ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. കുറച്ച് മഴയുണ്ടായിരുന്ന സമയമാണ്. അന്നേരം വണ്ടി ഒരു കുന്നിൻ്റെ മേളിലൂടെ കയറിയിട്ട് താഴത്തേക്ക് പോവുകയാണ്. ആ താഴത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് താഴത്തേക്കൊരു റോഡുണ്ട്. വണ്ടി പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത്, മഴ പെയ്തുകൊണ്ട് സ്ലിപ്പ് ചെയ്തിട്ട് താഴത്തേക്കുള്ള റോഡിൽ വീണു. ആ റോഡിൽ വീണ് കഴിഞ്ഞിട്ട് ആ റോഡിൻ്റെ വീണ്ടും ഒരു വശത്തേക്ക്, ആ വശത്ത് പിന്നെയും കുന്ന് താഴത്തേക്കാണുള്ളത്, അതിൻ്റെ മേളിൽ കൂടി മറിഞ്ഞു. അതൊരു മാവിൻ്റെ മേളിൽ, അവിടെ ഒരു ചെറിയ മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ മേളിൽ കൂടി മറിഞ്ഞിട്ട് ഒരു സോയിൽ ബെഡിൽ പോയിട്ട് കുത്തി വീണു. ഞാൻ നോക്കുമ്പോൾ കാറിലിരുന്ന് ഡോറും തുറന്നിട്ടില്ല, വണ്ടിക്ക് ഇതൊന്നും പറ്റിയിട്ടില്ല. എൻജിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ശരീരത്തിൽ
എന്തോ വെള്ളം വന്ന് വീണ പോലെ തോന്നിയായിരുന്നു. അന്നേരം ഞാൻ നോക്കുമ്പോൾ ബ്ലഡാണ് വരണത്. മൂക്കിൽ നിന്ന് ധാരാളമായി ബ്ലഡ് ഒഴുകി 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 വരുന്നു. ഉടനെ തന്നെ എൻ്റെ പിറകിൽ ഒരു ജീപ്പിൽ കുറേ ആളുകൾ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അവർ എന്നെ സഹായിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചു. ആ സമയത്ത് ഞാൻ നേരെ ആശുപത്രിയിലേക്ക് പോകാതെ നമ്മളുടെ അടുത്ത്, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർ മോളിയാണ് വർക്ക് ചെയ്തിരുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് ഒരു ഡോസ് ആർണിക്ക വാങ്ങി കഴിച്ചിട്ടാണ് ഒരു 20 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലെത്തുന്നത്. ഞാൻ ഈ ആർണിക്ക കഴിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. വേറെ ആശുപത്രിയിലെത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു, എൻ്റെ മൂക്കിൻ്റെ പാലം ഒടിഞ്ഞു പോയി. അവിടുത്തെ ENT ഡോക്ടർ പറഞ്ഞത് ഇയാളുടെ ആ ബോണ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പം എന്തായാലും പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം വണ്ടിയിൽ കയറി ഒരു 10-30 മിനിറ്റിനുള്ളിൽ തന്നെ ബ്ലീഡിങ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ 2-3 ദിവസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേറെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കിടക്കാതെ തന്നെ പോരാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷെ അവർ പറഞ്ഞു അവിടെ നിർബന്ധമായിട്ടും കിടന്നോളൂ, അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ദിവസം തന്നെ ഒരു മെയ് മാസം അവസാനമായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റോഡിൽ തുടരെ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ വന്ന ആ റോഡിൽ തന്നെ 2 വണ്ടികൾ വീണ്ടും മറിഞ്ഞു. അവിടുത്തെ കുറേ കൂടി ഗുരുതരമായ കേസുമായിട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അവിടെ ബെഡില്ലാത്തതുകൊണ്ട് അവരെന്നോട് പോകാൻ അനുവദിച്ചു. വീട്ടിൽ പോയി 2 ദിവസവും 3 ദിവസം നല്ലോണം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം തന്നെ ക്ലിനിക്കിൽ പോകാൻ എനിക്ക് കഴിഞ്ഞു. ഒരു വേദനയോ മുറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള ആർണിക്കയുടെ ഫലം. വേറൊന്നുണ്ടായത്, ഒരു ദിവസം ഞങ്ങളുടെ DMO മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് കുറച്ച് പേപ്പറും പെൻസിലും ഒക്കെ പെന്നും ഒക്കെ വാങ്ങണമുണ്ടായിരുന്നു. അതിന് അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് വേഗം സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ ഓടി താഴത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു ട്രാൻസ്ഫോർമർ വെക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ താഴെ നോക്കി മുമ്പിലോട്ട് ഓടി നടന്നപ്പോൾ എൻ്റെ തല പോയിട്ട് ഈ പോസ്റ്റ് ഞാൻ കാണുന്നില്ല, താഴെ നോക്കിയിട്ടാണ് നടക്കുന്നത്. ആ ക്രോസ് ബാർ എൻ്റെ നെറ്റിയിൽ ചേർന്ന് മുറിഞ്ഞിട്ട് അടുത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് പോയി. അവിടെ സ്റ്റിച്ച് ചെയ്തു. 6 സ്റ്റിച്ച് ചെയ്തു. 6 സ്റ്റിച്ച് ചെയ്തിട്ട് അവർ ഇത് ആൻറ്റിബയോട്ടിക്കും അതേപോലത്തെ ഗുളികയൊക്കെ തരാൻ ശ്രമിച്ചു. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നത് ഒരു നൂലിൻ്റെ ഇതുപോലും ഇല്ലാത്ത രീതിയിൽ ഇത് പാടില്ലാത്ത രീതിയിൽ അത് ഉണങ്ങിപ്പോയി. വിത്തിൻ 3 to 4 5 to ഏതാണ്ട് 5 ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങിയിരുന്നു, അത്ര കൃത്യമായിട്ട്. അത് ആർണിക്കയുടെ എൻ്റെ ഒരു അനുഭവമാണ്. വേറൊന്നും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ഡോക്ടർ പത്മനാഭൻ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. കുറേ നാളുകളായി കുറേ ക്ലാസ്സുകൾ കൊറോണ കാലത്ത് IHMയുടെയും IHKയുടെയും ഒക്കെ പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലൊരു സ്ട്രോക്ക് ആദ്യമായിട്ടുണ്ടായി. വീട് അവരുടെ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് അവർ പയ്യന്നൂരുള്ള ഒരു ആശുപത്രിയിൽ സ്ട്രോക്ക് ഉണ്ടായ നിമിഷം കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ ഈ പത്മനാഭന് വല്ലാത്ത തലവേദന അനുഭവപ്പെടുകയും വല്ലാതെ തലയ്ക്ക് ഭയങ്കര ചൂട് തോന്നുകയും ചെയ്തപ്പോൾ അദ്ദേഹം വേഗം പോയി ബാത്റൂമിൽ പോയി ഷവറിൽ കുറച്ച് നേരം കുളിച്ചിട്ട് പുറത്തേക്ക് വന്നു. പക്ഷെ എപ്പോഴും തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല. തലവേദന കുറയാത്തത് കൊണ്ട് അങ്ങനെ BP നോക്കി. BP വളരെ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. 200ൻ്റെ മേളിൽ പോയിട്ടുണ്ടായിരുന്നു. 120 എന്തോ ഡയസ്റ്റോളിക് പ്രഷറും വന്നിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ആർണിക്ക ഒരു ഡോസ് കഴിച്ചിട്ട് ഉടനെ തന്നെ അടുത്തുള്ള പയ്യന്നൂരുള്ള ആശുപത്രിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പയ്യന്നൂരുള്ള ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവരവിടെ അദ്ദേഹത്തിന് സ്കാൻ ചെയ്തപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ട്. അതുകൊണ്ട് അത് ഡ്രില്ല് ചെയ്ത് കളയണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ അന്ന് കിടന്നിട്ട് അവിടെ ഈ ന്യൂറോ സർജൻ ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള കണ്ണൂറുള്ള ഒരു വലിയ ആശുപത്രിയിൽ, അത് ആസ്റ്ററിൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് വളരെ രാവിലെ തന്നെ ആസ്റ്ററിൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് ഒന്നുമില്ല, ഒരു ബ്ലീഡിങ്ങും തലച്ചോറിൽ കാണുന്നില്ല. സ്കാൻ ചെയ്തതിൻ്റെ അവസാനം കാണുന്നത് അവരുടെ ഈ 4th വെൻട്രിക്കിൾസിൽ കുറച്ച് ഫ്ലൂയിഡ് ഉള്ളതായിട്ട് ഒരു ചെറിയ ഫ്ലൂയിഡിൻ്റെ അംശം മാത്രമാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് സ്കാൻ അത് ഓപ്പറേഷൻ നടത്താതെ അല്ലെങ്കിൽ ബ്ലഡ് എടുത്തു മാറ്റാതെ തന്നെ അവിടെ കിടന്നു. ബ്ലഡ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് അവിടെ പോയി സ്കാൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം തന്നെ ആർണിക്ക കഴിച്ചിട്ട് ഉടനെയാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഉടനെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അത് വിത്തിൻ ഒരു 10-30 സെക്കൻഡിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ പയ്യന്നൂരുള്ള ആശുപത്രിയിലേക്ക് എത്താൻ പറ്റും. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് അത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. എടുത്തു മാറ്റാൻ അവിടെ പറ്റിയ ഡോക്ടർ ഇല്ലാത്തത്, ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ ഇല്ലാത്തത് കൊണ്ട് അവരെ ഇതിൽ അടുത്തുള്ള ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അദ്ദേഹത്തെ വിടുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ രണ്ടാമത്തെ ദിവസം അവർ വന്ന് നോക്കുമ്പോൾ ബ്ലീഡിങ് അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കാണിക്കുന്നത് ആർണിക്ക് എത്ര വേഗത്തിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ബ്ലഡിനെ വലിച്ചെടുത്ത് മാറ്റി എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടാണ് അത് കാണിക്കുന്നത്. വേറെ എന്നുള്ളത് ആർണിക്കയുടെ വേറൊരു ഇത്, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് എന്ന് വെച്ചാൽ ഒരു 40 വർഷം മുമ്പ്, 42 വർഷം മുമ്പ് എൻ്റെ ഡിസ്പെൻസറിയുടെ സമീപത്ത് തന്നെ ഒരു മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് തളർന്ന് ഒരു വശം തളർന്നു പോയിട്ട് വർത്തമാനം പറയാൻ പൂർണ്ണമായും കഴിയില്ല, ചില വാക്കുകളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു. അന്ന് ഞാൻ അയാൾക്ക് കൊടുത്തത് ഈ ആർണിക്ക് മാത്രമല്ല കൊടുത്തത്, ബോത്രോപ്സ് ലാൻസിലാറ്റ് ആ മെഡിസിനും കൂടി കൊടുത്തായിരുന്നു. ഈ ബോത്രോപ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നത് ഡോക്ടർ പത്മനാഭൻ തന്നെയാണ്. പത്മനാഭൻ അത് കണ്ടത്, പത്മനാഭൻ ഈ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് ഇത് ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് കണ്ണൂരിലുള്ള ഒരു പഴയ ഡോക്ടർ, അസീസ് ഡോക്ടറുടെ അടുത്ത് പോയി കുറച്ച് നാൾ ഇരുന്നിരുന്നു. അവിടെ നിന്നുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ഉള്ള ഡോക്ടറല്ല. നമ്മുടെ സ്പോർട്സ് താരം ഉണ്ടല്ലോ, ഒരു സ്ത്രീ, അവരുടെ കാലിന് ഇതുണ്ടായിരുന്ന സമയത്ത് പി ടി ഉഷയെ ചികിത്സിച്ചിരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുറേ ആളുകൾ ഒന്നിച്ച് ഒരു മാലയൊക്കെ ആയിട്ട് വരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ ഈ അസീസ് ഡോക്ടർ ചികിത്സിച്ച ഒരു അൺകോൺഷ്യസ് ആയി കിടന്നിരുന്ന ഒരു മനുഷ്യൻ, അയാൾ സംസാരിക്കാൻ തുടങ്ങി, അയാൾ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകളാണ് വന്നത്. അപ്പോൾ അതെന്താണ് മരുന്നെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ ബോത്രോപ്സ് ആണ് കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേപോലത്തെ കണ്ടീഷനിൽ ഈ ബോത്രോപ്സിൻ്റെ ഈ മെറ്റീരിയൽ മെഡിക്കൽ എടുത്തു നോക്കുമ്പോൾ അത് ബോറിക്കിൽ ക്ലോട്ടിനെ അലിയിച്ച് കളയാൻ ഡിസോൾവിങ് പവർ ഉണ്ട്. മെറ്റീരിയൽ മെഡിക്കൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ക്ലോട്ടിനെ
ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു മെഡിസിനാണ് അത്. ആ മെഡിസിൻ ഈ ഈ മനുഷ്യന് ഞാൻ കൊടുക്കുകയും തുടർന്ന് ആർണിക്ക കൊടുക്കുകയും ചെയ്തു. ആർണിക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് അന്നേ ദിവസം തന്നെ അയാൾ റിക്കവർ ചെയ്തു വന്നു. അപ്പം അത് കാണിക്കുന്നത് നമ്മൾ എത്ര ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അധികം വൈകാതെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ തലച്ചോറിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാപിക്കുന്നതോടൊപ്പം അത് തലച്ചോറിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൊണ്ട് അവിടുത്തെ കോശങ്ങൾ ക്രമേണ അതിൻ്റെ മന്ദീഭവിക്കാനും പിന്നീട് നശിക്കാനുള്ള ഇടയുണ്ടല്ലോ. പക്ഷേ നമ്മൾ 8 10 ദിവസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാലോ ഇത് കൊടുക്കുമ്പോൾ ഇത്ര സഡൻ ആയിട്ട് റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന എനിക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് വരുമ്പോൾ ഇതേപോലത്തെ 2-3 കേസ് കൂടി ഉണ്ട്. അതിലൊരെണ്ണം ഞാൻ പറയാം. ഇപ്പോൾ അത് ഒരു വളരെ വലിയ പ്രായമായ ഒരു മനുഷ്യൻ, ഒരു 10-70 വയസ്സായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് അയാൾ വല്ലാതെ ആവശ്യമായിട്ട് ആശുപത്രിയിൽ നിന്ന് മടക്കി വീട്ടിലോട്ട് കൊണ്ടുവന്ന് കിടക്കുകയാണ്. എന്നോട് ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഡിസ്പെൻസറി സമയം കഴിഞ്ഞപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞു. പിന്നെ അതൊരു കുന്നിറങ്ങിയിട്ട് താഴേക്ക് പോകണം. ഈ കാസർഗോഡൊക്കെ നിങ്ങൾക്കറിയാലോ, ഭൂപ്രകൃതി വല്ല കുന്നും മലയും താഴ്വാരങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ആ കുന്നിറങ്ങി താഴത്തേക്ക് പോയി കഴിയുമ്പോൾ അവസാനം ഒരു ചെറിയ വീടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് 2-3 ആളുകൾ മുമ്പോട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അതിലൊരു പള്ളിയിലച്ഛനും ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാൾ ഈ കുറേ പാരാലിസിസ് ആയിട്ട് കിടക്കണേണ്, തളർന്ന്. അയാൾക്ക് ഈ പറയുന്ന പോലെ ആർണിക്ക കൊടുത്തു. ആർണിക്ക കൊടുത്തൊരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റ് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് സർക്കാർ ആശുപത്രിയിൽ തന്നെ വന്ന് അയാൾ മരുന്ന് കഴിച്ച് പോയി. വളരെ എല്ലാ രീതിയിലും അയാൾ ശരിയായ പൂർണ്ണമായ ആരോഗ്യ സ്ഥിതിയിലേക്ക് വന്നു. ഈ മനുഷ്യൻ പിന്നീട് അയാളുടെ നാട്ടിൽ പാലായ്ക്ക് പോയി. പാലായ്ക്ക് പോയപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് 8-9 വർഷം കഴിയുമ്പോഴാണ് അയാൾ പാലായ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് ഇയാളെ നോക്കാൻ വന്ന അച്ഛൻ അയാൾക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ വന്ന മനുഷ്യനാണ്. അന്ത്യകൂദാശ കൊടുത്തിട്ടാണ് അയാൾ പോയത്, മുകളിലോട്ട് കയറിപ്പോയത്. അപ്പൊ അച്ഛൻ ഇയാളെ കണ്ടപ്പോൾ, എടോ താൻ ഇപ്പോഴും ചത്തില്ലേ, മരിച്ചില്ലേ എന്നാ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അത്രമാത്രം അതിന് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റൊരു കേസും കൂടി ഞാൻ പറയാം. അത് ഇവിടെ ആശുപത്രിയിൽ തന്നെ ഗവൺമെന്റ് നമ്മുടെ ഡിസ്പെൻസറിയിൽ തന്നെ വന്ന ഒരു പേഷ്യൻ്റാണ്. അത് ആദ്യം ആ പേഷ്യൻ്റ് അല്ല വന്നത്, പേഷ്യൻ്റെ മകനാണ് വന്നത്. മകൻ വന്നത് അയാൾക്ക് വേണ്ടി മരുന്ന് മേടിക്കാനല്ല, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി മരുന്ന് മേടിക്കാനാണ് വന്നത്. അപ്പൊ അയാൾ രാവിലെ വന്നിട്ട് വളരെ ധൃതി കൂട്ടിയിട്ട് എനിക്ക് മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താ ഇത്ര ധൃതി കൂട്ടിയാണ്? അതെ, ഇന്ന് എൻ്റെ അച്ഛനവിടെ രാവിലെ വീണിട്ട് കൈയൊന്നും അനക്കണില്ല, നാവ് കുഴഞ്ഞിട്ട് പോണ്, സാവധാനം കൈ പൊക്കാനൊന്നും പറ്റുന്നില്ല, വളരെ ചെറിയ ചലനമുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു ചിലപ്പോൾ ഒരു ക്ലോട്ട് ആയിരിക്കുള്ളൂ, ഒരു ത്രോംബസ് ആയിരിക്കുള്ളൂ, സ്ലോലിയാണ് ഈ സിംറ്റംസ് വരണത്. ഞാൻ ഇത് ബോത്രോക്സും കൊടുത്തു, ആർണിക്കയും കൊടുത്തു. അയാൾ അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറെ റിലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലീഫ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി വന്നു. ഇയാൾ തളർന്ന അവശതനായി കിടക്കയല്ലേ. വന്നു കഴിഞ്ഞിട്ട് അവർ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടത്, നിങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവര് ആ മനുഷ്യനെ കൊയിലി ആശുപത്രിയിൽ, കണ്ണൂരുള്ള കൊയിലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരവിടെ ചെന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ ബ്രെയിനിൽ നല്ലോണം സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്. അത് അപ്പം ഡോക്ടർമാരുണ്ട്, കൺസൾട്ടേഷൻ ആയിട്ട് ന്യൂറോളജിസ്റ്റ് എല്ലാവരും വന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാളെ വേണമെന്നുണ്ടെങ്കിൽ ഈ രക്തം നമുക്ക് ഡ്രിൽ ചെയ്തിട്ട് എടുത്ത് മാറ്റാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് 72-73 വയസ്സായി, വളരെ അവശനാണ്. അതുകൊണ്ട് ആ പ്രോസസ്സ് എത്ര സക്സസ് ആകുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
മാത്രമല്ല അവരന്ന് പറഞ്ഞത് 70-80 ലക്ഷം രൂപയെങ്കിലും ആകുന്നതാണ്. ഉറപ്പൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഉറപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഈ അടുത്തുള്ള ആശുപത്രി, ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടല്ലോ അടുത്ത്, പറശ്ശിനിക്കടവ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസിൽ അവരുടെ ഒരു നഴ്സിനെയും ഒരു അറ്റൻഡറെയും കയറ്റിയിട്ട് ഇയാളെ ആ ആംബുലൻസിൽ കയറ്റി അങ്ങോട്ട് വിട്ടു. ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു, ഇത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, രൂപ ഇത്ര തന്നെ ചിലവാകും എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സംശയം, ഇത്ര രൂപയൊക്കെ ചെലവാക്കിയിട്ട് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ കിടത്തിയിരിക്കുന്നത്? ഇപ്പൊ അയാളുടെ മകള് ബോംബെ ടാറ്റ ആശുപത്രിയിൽ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ചു അവരെന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവർ പറഞ്ഞ് ഉറപ്പൊന്നുമില്ല, അപ്പാപ്പൻ്റെ ഇത്രയും വയസ്സായി, ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് ഗുണമൊന്നുമില്ലെങ്കിൽ നേരത്തെ ഹോമിയോ മരുന്നല്ലേ കൊടുത്തത്, അതുകൊണ്ട് അത് തന്നെ കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ തിരിച്ചു വന്ന് വീണ്ടും നമ്മളുടെ മരുന്ന് കൊടുത്തു. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ഇയാൾക്ക് വളരെ ആശ്വാസം തോന്നി. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാൾ ക്ലിയറായി വരികയും ചെയ്തായിരുന്നു. പിന്നെ മരുന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു അയൽവാസി എൻ്റെ വരെ മരുന്ന് വാങ്ങാൻ വന്നു. അയാൾ പറഞ്ഞൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ തളർന്ന് കിടക്കാൻ വയ്യാതെ കിടക്കയല്ലേ. അപ്പം അയാളുടെ വീട്ടിൽ അയാളുടെ അപ്പൻ ഇതേപോലെ തളർന്ന് കിടന്നപ്പോൾ ഒരു വാട്ടർ ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ചു പോയപ്പോൾ ഇയാൾ ഈ വാട്ടർ ബെഡ് ഈ മനുഷ്യന് കൊണ്ടുവന്ന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ വാട്ടർ ബെഡും ചുവന്നിട്ട് ഈ വാട്ടർ ബെഡ് കൊടുത്ത ആളുടെ വീട്ടിലോട്ട് ചെന്നു എന്നാണ് പറയുന്നത്. അത് അയാൾ പറഞ്ഞതല്ല, ഇയാളുടെ അയൽക്കാരൻ എന്നോട് പറഞ്ഞതാണ്. ഇതാണ് ഈ ആർണിക്കയുടെ അനുഭവം എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊട്ടൻസി ഏതാ കൊടുക്കേണ്ടത് സാർ? ആർണിക്കയുടെ പൊട്ടൻസി ഞാൻ 200 ആണ് കൊടുത്തത്. ബോത്ത്റോപ്സും അതേപോലെ 200 ആണ് കൊടുത്തത്. രണ്ടിടത്തും പല കേസിലും ബോത്ത്റോപ്സും ആർണിക്കയും മാറി മാറി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ആർണിക്ക തുടർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ 5-6 മാസമൊക്കെ കിടന്നു കഴിഞ്ഞ് വന്നിട്ട് ചികിത്സ വന്ന പല ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും വലിയ രക്ഷ കിട്ടിയിട്ടൊന്നുമില്ല. ഈ അടുത്ത് വരുന്നിട്ട ആളുകൾ 1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിലോ ഒക്കെ വരണ, ഫസ്റ്റോ സെക്കൻഡ് ഡേ ഒക്കെ വരുന്ന പേഷ്യൻറ്റിനെ തീർച്ചയായിട്ടും ആ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അതേപോലെ എൻ്റെ വേറൊരു അനുഭവം ഉണ്ടായത്, ഒരു 99 വയസ്സായ ഒരു സ്ത്രീ, 99 വയസ്സായ സ്ത്രീ, അവര് നിരന്തരമായിട്ട് അലോപ്പതി മരുന്നാണ് കഴിക്കുന്നത്. ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട് അയാളുടെ പേര്. പക്ഷെ അവരുടെ ആശുപത്രിയിലാക്കി, അവർക്കൊരു ഇതുമില്ല, ബോധമില്ല. അവസാനം കോമാ സ്റ്റേജിലായപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവര് എൻ്റെ ഡിസ്പെൻസറിയുടെ ഒരു 1/2 കിലോമീറ്റർ അകലെയാണ് അവരുടേത്. അയാൾ അവിടെ വന്നായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി നോക്കി. അപ്പൊ അവർ കണ്ണടച്ച് കിടക്കുകയാണ്. ഈ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ പീപ്പിൾസ് ഉണ്ടല്ലോ, വല്ലാതെ കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അവർക്ക് ഓപ്പിയമാണ് കൊടുത്തത്. ഓപ്പിയം കൊടുത്തപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ കണ്ണു തുറന്നു. 2-3 ദിവസത്തിനുള്ളിൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി. അവർക്ക് ബോധം വന്നു. 99 വയസ്സായെന്ന് വിചാരിക്കണം. 100 വയസ്സ് തരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചിട്ട് അവരുടെ മരുന്ന്, ഇതെന്ത് മരുന്നാണ് എനിക്ക് തന്നേക്കണത്? ഞാൻ ഈ മരുന്നൊന്നുമല്ല, ഞാൻ ശ്രീനാഥിൻ്റെ മരുന്നാണ് കഴിക്കണത്, എനിക്കത് മതിയെന്ന് പറഞ്ഞ് അവർ പോയി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ ഈ കട്ടിലുമേന്ന് എഴുന്നേറ്റപ്പോൾ തല നിലത്ത് മുഖം കുത്തി വീണു. ഭാര്യയിലല്ല, താടിയിൽ പൊട്ടി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിന്നില്ല. കാരണം ഇത് ഡിസ്പിരിൻ കഴിക്കുന്നുണ്ട്, ആസ്പിരിൻ കഴിക്കുന്നുണ്ട്. ബ്ലീഡിങ് നിന്നില്ല. അവരന്ന് അങ്ങനെ തുടർന്നു
മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതാണ് ആർണിക്കയുടെയും ഓർത്തഡോക്സിൻ്റെയും രീതിയിൽ എനിക്കുള്ള അനുഭവങ്ങൾ. പിന്നെ എടുത്തു പറയാവുന്ന 1-2 അനുഭവങ്ങളുള്ളത് അത് ആർണിക്കയല്ല. ഞാൻ ഈ അടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പേഷ്യൻ്റ് എൻ്റെ 1 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. ഓസ്റ്റിയോമൈലൈറ്റീസ് ആണ്. ഓസ്റ്റിയോമൈലൈറ്റീസ് വന്നിട്ട് ആസ്റ്ററില തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. 2-3-4 മാസം മരുന്ന് കഴിച്ചിട്ടും ഒരു വ്യത്യാസവും വരുന്നില്ല. അതിൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത് അവരുടെ കാലിൻ്റെ പാദത്തിൽ മുകളിലോട്ടുള്ള ബോണിൽ എല്ലാം ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. മാരോ എഡിമ ഉണ്ട്. ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കിടക്കുക തന്നെ വേണം. ഈ അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വന്നത്. അവരുടെ അച്ഛനും അമ്മയും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. അവർക്ക് കൊടുത്ത മരുന്ന് ബോണിലാണല്ലോ ഇത്. അതിൻ്റെ ഇതുകൊണ്ട് ഞാൻ അവർക്ക് ആദ്യമേ കൊടുത്തത് ഹെക്ലാലാവാന്ന മരുന്നാണ്. തുടർന്നിട്ട് റൂട്ട എന്നുള്ള മരുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. റൂട്ട പെരിയോസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഹെക്ലാലാബ ബോണിൽ ഇൻഫ്ലമേഷൻ വന്നാൽ കൊടുക്കുക. ഏത് ബോൺ കംപ്ലൈൻറ്റ് വന്നാലും കൊടുക്കാൻ പറ്റിയൊരു മരുന്നാണ് ഹെക്ലാലാബ. ഇത് അടുത്തുണ്ടായതാണ്. ഇതേപോലെ വളരെ മുൻപ് ഞാനൊരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓസ്റ്റിയോമൈലൈറ്റീസ് തന്നെ വന്നിട്ട്. പക്ഷെ അത് അലോപ്പതി ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ്. അതിൽ അവർക്ക് ഈ ബോണ് പഴുത്തിട്ട് അതിൽ ആബ്സസ് ഉണ്ടായിട്ട് ചെറിയ ചെറിയ ബോണിൻ്റെ പീസസ് പുറത്തേക്ക് വരുമായിരുന്നു. ഒരു വർഷങ്ങളായിട്ട് ഈ ആ വ്രണം ഉണങ്ങില്ല. കുറച്ചായിട്ട് ഇതിൻ്റെ കണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് ഞാൻ അതൊരു ഒരു 10-14 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. അവർക്ക് ഞാൻ ഇത് ഹെക്ലാലാവ തന്നെയാണ് കൊടുത്തത്. അത് മാത്രമല്ല കൽക്കേരിയ ഫ്ലൂറും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ മരുന്നും കൂടി കൊടുത്തു. സ്ഥിരമായി കൊടുത്തിരുന്നത് ഹെക്ലാലാവയും ഈ കൽക്കേരിയ ഫ്ലൂറുമാണ്. ആ കുട്ടിയും ആ കുട്ടി നന്നായി അസുഖം ഭേദമായി. അവൾ ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിലേക്ക് പോയിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കുട്ടിയെ പെട്ടെന്ന് മനസ്സിലായില്ല. അവൾ തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന ആളാണ്. അങ്ങനെ ഈ ഹെക്ലാലാവ എവിടെയെല്ലാം എല്ലിൽ അസുഖം ഉണ്ടാകുന്നു, എല്ലിൽ പഴുപ്പും വീക്കവും നീർക്കെട്ടും, അതേപോലെ തന്നെ ഇവിടെ ഓസ്റ്റിയോമൈലൈറ്റീസ് വരുമ്പോൾ അവിടെ ബോൺ മാരോയിൽ വീക്കം ഉണ്ടായിരുന്നു, മസിൽസിൽ വീക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഇതിൽ ഇത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ. അത് ഈ ഹെക്ലാലാവയ്ക്ക് വേറൊരു ഇതുണ്ട്. നമ്മളുടെ കാലിൻ്റെ അടിയിലുള്ള ഹീൽ ബോണിന് ഉണ്ടാകുന്ന കൽക്കേരിയൽ സ്പാർ വന്നു കഴിഞ്ഞാൽ ഒരു 50% കേസിലും ഹെക്ലാലാവ കൊടുത്താൽ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 50% കേസുകളും. ബാക്കി 50%-ലെ ഹെക്ലാലാവ അത്ര നന്നായി കാണുന്നില്ല. ഹെക്ലാലാവ, കൽക്കേരിയ ഫ്ലൂറ്, ആ മരുന്നുകളാണ് കൂടുതൽ ഇതായി വരുന്നത്. അതേപോലെ തന്നെ പല്ലിന് നല്ല പഴുപ്പും വേദനയും ഉണ്ടായിക്കഴിഞ്ഞ ബോണിൽ ഇത് ഉണ്ടാകുമ്പോഴും ഈ ഹെക്ലാലാവ എവിടെയെല്ലാം ബോൺ അഫെക്ഷൻ വരുന്നോ അവിടെയെല്ലാം നമുക്ക് ഹെക്ലാലാവ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ചികിത്സയിൽ വേറെ ഒരു അനുഭവമായിട്ട് എനിക്ക് പറയാനുള്ളത്. വേറൊരു മരുന്നിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഹൈപ്പറിക്കാണ്. ഇപ്പം ധാരാളമായിട്ട് കേസ് വരുന്നതിൽ ഈ പെണ്ണുങ്ങൾക്ക് കാണുന്ന ഒന്നാണ് നടുവേദന. എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ T3, T4, T5 ഡിസ്ക് ബൾജ അല്ലെങ്കിൽ അതിൻ്റെ സ്പോണ്ടിലൈറ്റീസ് വന്നിട്ട് കാൽസ്യമിക് ഇത് ബോൺ ഇറഗുലറായി ചെയ്ഞ്ഞ് ഇരിക്കുന്നത് കാണാം. ഈ ബോൺ IVDP വരണ കേസുകളിലേക്ക് ഇത് ആ ഡിസ്ക് ബൾജ് ചെയ്ത് വരുമ്പോൾ സ്പൈനൽ കോഡിൽ നിന്ന്
ന്യൂറൽ ഫൊറാമൻ വഴി പുറത്തേക്ക് വരുന്ന നെർവ്സ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അത് മിക്കവാറും ഈ ഷിയാറ്റിക് നെർവ് ആയിരിക്കുള്ളൂ. ഈ ഷിയാറ്റിക് നെർവ് തുടങ്ങുന്ന സ്ഥലത്തുള്ള ഇത് തന്നെ 3, 4, 5 ആ സ്ഥലത്ത് നിന്ന് തന്നെ പുറത്തു നിന്ന് വരുന്ന ആ റൂട്ടിലൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. അവർക്ക് മെഡിസിൻ കൊടുക്കണേക്ക് മുമ്പ് അവരുടെ കൃത്യമായ മെഡിസിൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊടുക്കാവുന്ന ഒരു മരുന്ന് ഹൈപ്പറിക്കാണ്. എവിടെയെല്ലാം നെർവ്സിന് കുഴപ്പമുണ്ടാകുന്നോ അന്നേരം നമുക്ക് ഹൈപ്പറിക്ക ഉപയോഗിക്കാം. അത് IBD ആയാലും അതേപോലെ എവിടെയാണ് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് വന്നാലും ഇതേപോലെ പ്രശ്നം ഉണ്ടാവും. നെർവ് റൂട്ട് ബ്ലോക്കായി ഇത് ജാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഓർഗൻസിലേക്ക് വരുന്ന പെയിൻ എല്ലായിടത്തും ഇത് ചെയ്യാം. പല്ലുവേദന നമുക്ക് ഡെന്റൽ സർജന്റെ അടുത്ത് പോകുമ്പോൾ പല്ലുവേദനക്ക് എൻ്റെ പല്ല് 2-3 എടുത്തു കളഞ്ഞതായിരുന്നു നേരത്തെ. അതിനെ പല്ല് ഇത് പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടില്ല, പെയിൻ കില്ലേഴ്സും ഉപയോഗിച്ചിട്ടില്ല. ഹൈപ്പറിക്കം മാത്രം, ഹൈപ്പറിക്കം ആർണിക്ക അവർ തരുന്ന ആ ഇതുണ്ടല്ലോ, പഞ്ഞി വെച്ചിട്ട് തരും. നമ്മുടെ പല്ല് പറിച്ചു കഴിഞ്ഞതിന് ശേഷം പഞ്ഞി വെച്ചിട്ട് നമ്മൾ വിടും, പഞ്ഞിയിൽ മരുന്ന് വെച്ച് മുക്കിയിട്ട് വിടും. അത് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ആർണിക്ക മുക്കി പഞ്ഞി വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നില്ല. മാത്രമല്ല ആ ഹൈപ്പറിക്കം കഴിക്കുമ്പോൾ ഈ മരവിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മരവിപ്പ് വിട്ടു പോകുന്ന കണക്ക് വേദന കൂടിയാണ് വരേണ്ടത്. നമ്മൾ അങ്ങനെ അറിയുന്നേ ഇല്ല. ആന്റിബയോട്ടിക്കും ഇല്ല, വേദന സംഹാരി ഇല്ലാതെ തന്നെ നമുക്ക് ഹൈപ്പറിക്കം ഉപയോഗിച്ചിട്ട് ഈ പല്ല് പറിച്ചാലുള്ള ആ വേദനയും നീർക്കെട്ടും കുറക്കാൻ പറ്റും. ആർണിക്ക അതിൻ്റെ അന്നേരം മാത്രം, ആ ഒരു ഫസ്റ്റ് ഡേ മാത്രം ആ പഞ്ഞി മുക്കി വെച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെ ആർണിക്കയുടെ ഈ ഹൈപ്പറിക്കത്തിൻ്റെ ഈ ഇത് നെർവസ് ടിഷ്യൂ എവിടെ ബ്ലോക്ക് ആകുന്നോ, എവിടെ ജാമാവുന്ന അവിടെയൊക്കെ നമുക്ക് ഹൈപ്പറിക്ക ഉപയോഗിക്കാൻ പറ്റും. വേദനയ്ക്ക് വേണ്ടിയിട്ട് വേദന സംഹാരിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിനൊരു ക്യൂറേറ്റീവ് എഫക്റ്റും കാണിക്കുന്നുണ്ട്. രണ്ടാമത് എനിക്ക് അടുത്തൊരു മരുന്നുള്ളത് ആന്ത്രാസിനാണ്. എൻ്റെ 2 കേസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇത്. ഒരു മനുഷ്യൻ ഒരു ദിവസം എൻ്റെ ക്ലിനിക്കിലോട്ട് വന്നു. അയാളുടെ കാലിൻ്റെ ഇത് തള്ളവിരല് പഴുത്ത് നാശമായിട്ട് പകുതിയിൽ കൂടുതലും കാലിൻ്റെ അസ്ഥിയൊക്കെ കാണാവുന്ന രീതിയിൽ പഴുത്തിരിക്കുകയാണ്. അയാൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ച് അവിടെ ഒരു 10-20 ദിവസം ഡ്രസ് ചെയ്തു. ഒരു വ്യത്യാസവും വന്നില്ല അയാൾക്ക്. അത് അവർ ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോയി കിടന്നോ, ഇവിടെ വന്ന് ഡ്രസ് ചെയ്തിട്ട് കാര്യമില്ല, ജില്ലാ ആശുപത്രിയിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ പോയി അയാൾ 1 മാസം കിടന്നു. ഒരു രക്ഷയുണ്ടായില്ല, അത് പുറത്തില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നു. ഞാൻ അയാളോട് ഇത് കേസ് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അയാളുടെ മകൻ PSC പരീക്ഷ ഉണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതി, ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ആ പയ്യന് ജോലിക്കുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ വരണ ദിവസം ആ പയ്യൻ മരിച്ചുപോയി. ആ ദുഃഖത്തിൽ ഇയാളിരുന്ന് വീടി വലിക്കാൻ തുടങ്ങി. ദിവസം മുഴുവൻ വീടി വലിക്കും. വലിച്ച് അയാൾക്ക് TAO ത്രോംബോ ഒബ്ലിറ്ററൻസ് അതുണ്ടായി. അങ്ങനെ ആ വിരൽ പഴുത്ത് വന്ന ആ കേസിൽ ഞാൻ കൊടുത്തത് ആന്ത്രാസിനാണ്. ആന്ത്രാസിനത്തിന് എവിടെയെല്ലാം ഗാംഗ്രീൻ ഉണ്ടാകുന്നുണ്ടോ അവിടെ എല്ലാം ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ ഗാംഗ്രീനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ആന്ത്രാസിന. കൊടുക്കുന്നത് 200 ആയിരുന്നു. ഇത് വേറെ ഒരു കേസിൽ ഞാൻ കണ്ടത്, അത് ശരിക്കും നമ്മൾ ഇതൊരു സർജറി ചെയ്യണ പോലെയുള്ള അനുഭവം ഉണ്ടായതാണ്. ഒരു ഭയങ്കര ഡയബറ്റിക്സ് അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പോയ ഒരു സ്ത്രീ,
കാലൊക്കെ കറുത്ത് നിറം മങ്ങിയിരിക്കുകയാണ്. അവരുടെ ഒരു വിരല് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള എല്ലാ വിരലും പഴുത്ത് ഇത് ചെയ്ത് നിൽക്കുകയാണ്. പഴുത്തല്ല, ഉണങ്ങി വരണ്ട് ചെറിയ വ്രണമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അത് തൊട്ടാലൊന്നും ഒരു ഇതില്ല, അവർക്ക് അത് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീക്ക്, ആ സ്ത്രീ എല്ലാം എൻ്റെ അടുത്ത് വന്നത്, ആ സ്ത്രീയുടെ മകൻ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് മരുന്ന് വാങ്ങണ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ആന്ത്രാസിനം കൊടുത്തു. ആന്ത്രാസിനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ വിരലുണ്ടല്ലോ, അത് നിന്നിരുന്ന വിരലില് 2 എണ്ണം അടന്നുപോയി. സർജറി ചെയ്യാതെ ആ 2 വിരല് അടന്നുപോയി. അവർക്കൊരു വേദനയില്ല, ഒന്നുമില്ല, സർജറി ചെയ്യാതെ. അതേപോലെ തന്നെ ഈ ആന്ത്രാസിനം വേറൊരു ഡയബറ്റിക് ആബ്സസ് വന്ന ഒരു സ്ത്രീ ഉണ്ട്. വലിയതായിട്ടൊരു ആബ്സസ് വന്നിരിക്കുന്നു. ഷുഗർ വല്ലാതെ കൂടുതലും ഉണ്ട് അവർക്ക്. ഞാൻ അവർക്ക് ഈ സിസിജിയൻ ടിഞ്ചർ ഉള്ളിൽ കഴിക്കാനും അത് തന്നെ വെച്ചിട്ട് ഡ്രസ് ചെയ്യാനും ആന്ത്രാസിനം ഉള്ളിൽ കഴിക്കാനും കൊടുത്തു. അത്ര വലിയ ഹോളായിട്ട് വന്ന ആ അൾസർ ഏതാണ്ട് ഒരു മാസത്തിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും കരിഞ്ഞു നേരെയായി. അല്ല, ഈ ആന്ത്രാസിനത്തിന് ഈ ഡയബറ്റിക് ആബ്സസ് ഹീൽ ചെയ്യാൻ നല്ല കഴിവുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടി കൊടുക്കണം. സിസിജിയം, അവരെന്ത് മരുന്ന് ചോദിച്ചാലും ശരിയാണ്, സിസിജിയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതേപോലെ തന്നെ ഒരു 10-45 വയസ്സിന് മേലുള്ള ഒരു സ്ത്രീ, അവരുടെ ശരീരത്തിൽ ഈ കാലിൽ മുഴുവൻ ഈ ഒരു പേരക്കയുടെ അത്രയും, അല്ല പേരക്ക വലുത് ഉണ്ടല്ലോ ഇപ്പൊ, ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പമുള്ള ഒരുപാട് ആക്സസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആശുപത്രിയിലും പോയിട്ട് അവർക്ക് ക്യൂർ ഉണ്ടാകുന്ന, അവർ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് 2 നേരം. ഏതാണ്ട് 60ഉം 20ഉമായിട്ടുള്ള ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. അവർക്ക് ഈ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ മരുന്ന് തന്നെയാണ് കൊടുത്തത്. ആബ്സസിന് ആന്ത്രാസിനവും കൊടുത്തു, ഈ ഷുഗറിന് ഇതും എന്താ പറയുക സിസിജിയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നന്നായി കുറയുണ്ടായിരുന്നു. അവരും പൂർണ്ണമായിട്ടത് മാറി. പക്ഷെ ചിലപ്പോൾ രണ്ടാമത് പിന്നെയും ഒരു 3-4-5 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഇതുണ്ടായപ്പോൾ വീണ്ടും അവർ വന്നു. മരുന്ന് തീരുമ്പോൾ പിന്നെ അവർ വരാറൊന്നുമില്ല. ആന്ത്രാസിനത്തിനും അങ്ങനത്തെ ഒരു ഗുണം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആന്ത്രാസിന് ഒരു സ്പെസിഫിക്, ഗാംഗ്രീൻ എവിടെ ഉണ്ടായാലും ആന്ത്രാസിനം ഒരു സ്പെസിഫിക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അനുഭവം പറയുന്നത്. ഇത് സിസിജിയത്തിന് വേറൊരു ഗുണമുണ്ട്. നമ്മൾക്ക് ഈ ഇതുണ്ടല്ലോ, ചൂട് കൊണ്ടുണ്ടാകുന്ന ചൂടുകുരു, ആ സിസിജിയം മേത്ത് പുരട്ടിയാലും അത് മാറുന്നുണ്ട്. സിസിജിയം പുറമെ അപ്ലൈ ചെയ്താലും ഈ ചൂട് കുരു മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അത് ഇത് ചെയ്തിട്ട് അത് ഇത്തിരി വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് പുരട്ടിയാലും കുഴപ്പമില്ല. അതുപോലെ നേരത്തെ സാറെ പല്ലിൽ വെക്കുന്ന ആർണിക്ക ടിഞ്ചർ ആണോ? ആർണിക്ക ടിഞ്ചർ പൂർണ്ണമായിട്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് വെക്കണത്. ഒന്ന് ഒരു കുറച്ച് ടിഞ്ചർ എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് എടുക്കണത്. അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. ആർണിക്ക അല്ലെങ്കിൽ ഹൈപ്പറിക്കൻ ടിഞ്ചർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹൈപ്പറിക്കൻ ടിഞ്ചർ വെച്ചാലും മുറിവുകൾ വളരെ വേഗത്തിൽ ഉണങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. ഹെക്ലാലാബ സാർ കൊടുത്തത് 200 ആണോ? 200 ആണ് കൊടുത്തത്. പക്ഷെ ഹെക്ലാലാബ 3x കൊടുത്താലും ഗുണമുണ്ടെന്ന് പറയുന്നത്. ഈ ടെന്നീസ് എൽബോക്ക് ഹെക്ലാലാബ കൊടുക്കാറുണ്ട്. ടെന്നീസ് എൽബോക്ക് ഹെക്ലാലാബ 2 കൊടുക്കാറുണ്ട്. എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഈ ബോൺ
ഈ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഡീജനറേഷൻ, ഈ കേസസിൽ ഈ ലോർഡോസിസും കൈഫോസിസും ഒക്കെ വന്ന പേഷ്യൻസിനെ വളരെ യങ് ആയിട്ടുള്ള ആളാണ് എന്ന് വെച്ചാൽ ഒരു 10-24 വയസ്സിനൊക്കെ താഴെയുള്ള 2-3-4 കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആ ബോണിലെ വളവ് മാറ്റാൻ കഴിഞ്ഞു. പെർഡിസൻ സിലീഷ്യയാണ്, സിലീഷ്യ 6X. സിലീഷ്യൻ ചിലപ്പോൾ അതിന്റെ കൂടെ കൽക്കേരിയ ഫോസും കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ നടുവേദനയ്ക്കും ഈ ബോണിലേക്ക് വരുന്ന എല്ലാ വെർട്ടിബ്രൽ ഇതിൽ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും നടുവേദന വരുന്നത്, അത് കൂടുതലും സ്ത്രീകൾക്കാണ് അങ്ങനത്തെ പ്രശ്നം കാണുന്നത്. എന്താണെന്ന് അറിയില്ല. ഈ 2 ബെൻഡിലാണല്ലോ നമുക്ക് ഇതുണ്ടാവും. സർവൈക്കൽ റീജിയൻ അവിടെ ഒരു വളവാണുള്ളത്. അതേപോലെ തന്നെ ലംബാർ റീജിയൻ അവിടെ ഒരു ഇതാണുള്ളത്. കൂടുതൽ മോഷൻ വരുന്ന സ്ഥലമാണത്. അവിടെയുള്ള ഡിസ്കിനും വെർട്ടിബ്രയിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ കൊടുക്കാവുന്ന മരുന്നിലൊന്ന് ഹൈപ്പറിക്കുമാണ്. പിന്നെ ഓരോ ഇതിൻ്റെയും ഇതനുസരിച്ചിട്ട് ബ്രയോണിയ, റൂട്ട, ഫോസ്ഫറസ്, ലൈക്കോപോഡിയം മരുന്നുകൾ വളരെ എഫക്റ്റീവായി കാണുന്നത്. അതിൽ ബ്രയോണിയയും റൂട്ടയും വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന മരുന്നാണ് ഈ കേസസിൽ. ധാരാളമായി കാണുന്ന കേസാണ്. അതും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിലാണ് ഈ ഇതുണ്ടാകുന്നത്. പിന്നെ ആർണിക്കയുടെ ഒരു ഇതും കൂടി എനിക്ക് പറയാനുണ്ട്. ആർണിക്ക ഈ എൻഡോമയോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻഡോമയോസിസ് ഉണ്ടാകുമ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് യൂട്രൈൻ വാൾസിൻ്റെ ഉള്ളിലാണ്. യൂട്രൈൻ വാൾസിൻ്റെ ഉള്ളിൽ ഈ പീരീഡിൻ്റെ സമയത്ത് അവിടെയുള്ള യൂട്രൈൻ ടിഷ്യൂ തന്നെയാണ് ഈ മസിൽസിൽ ഉണ്ടാകുന്നത്, മസിലിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാകുകയാണ്. അപ്പം ഇവർക്ക് ആ ബ്ലീഡിങ് മെൻസ്ട്രൽ പീരീഡ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും ബ്ലീഡിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ മസിൽസിൻ്റെ ഉള്ളിലും ബ്ലീഡിങ് ഉണ്ടാവുകയാണ്, യൂട്രൈൻ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഈ ആർണിക്ക എടുത്തുവിടാമെന്ന് ഞാൻ ആലോചിക്കുകയും, അങ്ങനെ ചില ആളുകൾ എന്നോട് ഈ ആർണിക്കയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു 2-4 കേസുകളിൽ ഇതുണ്ട്. ആർണിക്ക എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ ഇതുണ്ടാകുന്നത്, ആ പീരീഡ് വരണയ്ക്ക് മുമ്പ് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്നു, പീരീഡ് ഉള്ള സമയത്ത് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്നു, പീരീഡ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നു. സിവിയർ അസഹനീയമായ വേദനയോടുകൂടിയാണ് വരണം. അവിടെ ആർണിക്ക കൊടുക്കുമ്പോഴെല്ലാം ഈ വേദന കുറഞ്ഞു വരണം. അവരുടെ ആ ബ്ലീഡിങ് മുഴുവൻ അബ്സോർവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേദന കുറയുന്നുണ്ട്. പക്ഷേ ആ ടിഷ്യൂ അവിടെ അതേപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ടിഷ്യൂ ആണല്ലോ അവിടെ വളരണത്. നമ്മൾ ഈ ആർണിക്ക കൊടുക്കുമ്പോൾ അവിടെയുള്ള സിവിയർ ബ്ലീഡിങ്ങിന് വലിച്ചെടുക്കാൻ കഴിയും, അത് പുറത്തേക്ക് പോകുന്നില്ല. എൻഡോമെട്രിയൽ ടിഷ്യൂവിൻ്റെ ഉള്ളിലായതുകൊണ്ട് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ വേദന കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ആർണിക്കൊക്കെ അങ്ങനെ ഒരു ഉപയോഗം കൂടി ഉള്ളതായിട്ട് ഞാൻ കാണുന്നു. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ എടുത്തു പറയാവുന്ന കേസസ് ഒക്കെ ഉള്ളത്. വേറെ കാണാതിരിക്കും. വൈറ്റമിൻ D3 റോൾ ഓഫ് വൈറ്റമിൻ D3 സ്ലൈഡ് ഉണ്ടല്ലോ സാറേ. അതെ, വന്നോ അത്? വന്നു. അത് വൈറ്റമിൻ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളുടെ ഏത് രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് വൈറ്റമിൻ D3 വളരെ കുറവായിരിക്കും. നോർമലായിട്ടുള്ള കേസുകൾ 1-2 മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. കുറേ കേസുകൾ വൈറ്റമിൻ D പരിശോധിക്കാൻ പോയിട്ട് എല്ലാ കേസിലും ഒരു 90% വൈറ്റമിൻ D3 30-ന് താഴെയാണ് കിട്ടുന്നത്. പലർക്കും 10, 11, 20-ന്റെ ഇടയിൽ ആണ് വൈറ്റമിൻ D3 കിട്ടുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ D3യുടെ ബോഡിയിലുള്ള ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാൽസിഫെറോളാണ്. ഇതൊരു ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആണ്. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് സ്കിന്നിൽ UV ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ തന്നെ അത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്.
അതല്ലെങ്കിൽ നമ്മളുടെ ആഹാരത്തിൽ നിന്ന് ഫിഷ്, എഗ് യോക്ക്, ലിവർ എക്സെട്ര നമുക്ക് വൈറ്റമിൻ ഡി പുറത്തുനിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ അതിന് ഈ നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി കുറവായിട്ട് വരുന്ന ആളുകളോട് നിങ്ങളും മുട്ട കഴിക്കുക അല്ലെങ്കിൽ വെണ്ണ കഴിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും. അവര് അത് കൊളസ്ട്രോൾ വരില്ലേ, കൊളസ്ട്രോൾ വന്നിട്ട് ഒരു ആർട്ടറിയിൽ ഇത് അതിരോസ്ക്ലീറോസിസ് ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഇത് മുട്ടയും അല്ലെങ്കിൽ വെണ്ണയൊക്കെ കൂടുതൽ കഴിച്ചാലെന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു മിത്താണ്. ഒരിക്കലും ഈ കൊളസ്ട്രോള് കൂടിയിട്ട്, ഏത് കൊളസ്ട്രോള്, മുട്ടയുടെ യോക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ അതിൽ HDL ആണ്. HDL നല്ല കൊളസ്ട്രോൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ മുട്ട കഴിക്കണ്ട, മുട്ടയുടെ വെള്ള മാത്രം കഴിച്ചോ, യോക്ക് കഴിക്കരുത്, അതായത് മഞ്ഞ കഴിക്കരുതെന്ന് പറഞ്ഞിവിടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മഞ്ഞയിലാണല്ലോ HDL ഉള്ളത്. ആ ഡോക്ടർമാർ തന്നെ പറയും, നിങ്ങൾ ബ്ലഡ് പരിശോധിച്ചുകൊണ്ടേ കൊടുക്കുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് അവർ പറയണത് എന്താണ്, ഇതൊക്കെ ഇതാണ്, HDL ഉണ്ട്, HDL ഉള്ളത് നല്ലതാണെന്ന് പറയും. അടുത്ത വാചകം പറയണത് നിങ്ങൾ മുട്ട കഴിക്കരുത്, മുട്ട കഴിക്കാം, മഞ്ഞ കഴിക്കാൻ പാടില്ല എന്നാണ്. എന്താ പറയണത്? അത് ഈ രോഗികൾ മാത്രമല്ല പറയുന്നത്, വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളും നമ്മളിൽ പലരും ഒക്കെ പറയുന്നത് ഇത് കൊഴുപ്പ് അധികം കഴിക്കാൻ പാടില്ല എന്നാണ്. കൊഴുപ്പ് കഴിച്ചാൽ എന്താകും? കൊഴുപ്പ് കഴിച്ചാൽ ആർട്ടറിയിൽ കൊഴുപ്പുണ്ടാകും. കൊഴുപ്പ് ആർട്ടറിയെ ക്ലോഗ് ചെയ്യും, അതിനെ തുടർന്നിട്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം, അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി മരിക്കുന്നതാണ് പറയുന്നത്. ഇതൊരു മിത്താണ്, അത് ഒരിക്കലും ശരിയല്ല. കാരണം HDL എന്ന് പറയുന്നത് ഇതിനെന്താണ്? HDL പൂരിത കൊഴുപ്പാണത്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ്. ഹൈ ഡെൻസിറ്റി പൂരിത കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്നും കൂടിയല്ലേ നമ്മൾ അതിനെ പറയുന്നത്. എന്തിൻ്റെ സാച്ചുറേഷൻ? അതില് ഈ കാർബൺ ആറ്റവും OH ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഈ കൊഴുപ്പുണ്ടാകുന്നത്. ആ കൊഴുപ്പിൽ ലിപ്പിഡ് ഉണ്ടാകുന്നത്. അതിൽ 2-3 തരം ഉണ്ടല്ലോ. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞൊരു തരമുണ്ട്, ഇത് LDL എന്ന് പറഞ്ഞതുണ്ട്, VLDL എന്ന് പറഞ്ഞതുണ്ട്, HDL എന്ന് പറഞ്ഞതുണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിലെ HDL പൂരിത കൊഴുപ്പാണ്. അതിൻ്റെ കാൽസ്യം ബോണ്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളതാണ്, അതിൽ ഇതൊന്നുമില്ല, അപൂരിതമല്ല. അപൂരിത കൊഴുപ്പ് എന്ന് പറയുന്നത് ഇത് ട്രൈഗ്ലിസറൈഡ്സും അതേപോലെ LDL-ഉം VLDL-ഉം ഒക്കെയാണ്. അതിനെന്താ അപൂരിത കൊഴുപ്പിനുള്ള പ്രശ്നം? നമ്മളുടെ ഇതിൽ കൊഴുപ്പ് നമ്മളുടെ രക്തക്കൊഴലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് ആർട്ടറിയുടെ ഉള്ളിലുള്ള എൻഡോത്തീലിയത്തിൽ പറ്റി പിടിച്ചിട്ട് അവിടെ വീക്കം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇതിനെ HDL-നുള്ള കൊഴുപ്പിന് എന്താന്ന് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂരിത കൊഴുപ്പാണ്. അതിൻ്റെ ബോണ്ടൊന്നും ഇത് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തിട്ടുള്ളതാണ്, കാർബൺ ബോണ്ടെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളതാണ്, OH ഗ്രൂപ്പ് കൊണ്ട്. അതുകൊണ്ട് അത് ഓക്സിഡേഷൻ നടക്കില്ല. പക്ഷേ ട്രൈഗ്ലിസറൈഡ്സോ അല്ലെങ്കിൽ LDL-ഓ വരുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അത് ഓക്സിജനുമായി ചേർന്ന് ഇൻഫ്ലമേഷൻ നടക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇത് നെർവ്സിൻ്റെ നെർവ്സിൻ്റെ അല്ല, വെസൽസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ക്രാക്സ് ഒക്കെ അടക്കാനും അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സും അതേപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടടക്കും. പിന്നെ കൊഴുപ്പും ഉണ്ടാകുന്നുണ്ട് അവിടെ. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഏത് കൊഴുപ്പാണുള്ളത്? സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൊണ്ടടക്കുന്നുണ്ടാവും. അപൂരിത കൊഴുപ്പാണ് കൂടുതലുണ്ടെങ്കിൽ ആ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൊണ്ട് അടക്കുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൊണ്ട് അടക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാച്ചുറേഷൻ നമ്മുടെ ബ്ലഡിൽ കൂടി വരുന്ന ബയോളജിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ബോണിൽ അല്ല ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില ഓക്സിജൻ റാഡിക്കൽസ് ഉണ്ട്.
ഫ്രീ ഓക്സിജൻ റാഡിക്കൽസ്. ആ ഫ്രീ ഓക്സിജൻ റാഡിക്കൽസ് വന്നിട്ട് ഈ ലിപ്പിഡ് ഇത് അപൂരിത കൊഴുപ്പില് എന്നുവെച്ചാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റിലോട്ട് ക്ലബ് ചെയ്ത് അവിടെ ഓക്സിജൻ ക്ലബ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സൈറ്റിലോട്ട് ഒരുപാട് WBC വരുന്നു. WBC വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ആ സ്വെല്ലിംഗ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്വെല്ലിങ്ങിനെ കവർ ചെയ്യാൻ വേണ്ടി കാൽസ്യം വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായി ഈ വെസൽസിന്റെ ഉള്ളിൽ കാൽസിഫിക്കേഷനും ഈ അപൂരിത കൊഴുപ്പ് വന്നിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ തുടർന്നിട്ടുള്ള ഇൻഫ്ലമേഷൻ റെസ്പോൺസിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന വീർക്കലും അതിനെ തുടർന്നുള്ള കാൽസിഫിക്കേഷൻ നടന്നിട്ടാണ് ആർട്ടീരിയൽ സ്ക്ലിറോസിസ് അതിരോസ്ക്ലിറോസിസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കൊഴുപ്പ് മാത്രമല്ല, നല്ല ഈ HDL ഗുണം എന്താണ്? അത് LDL ട്രാൻസ്ഫർ കാരിയേഴ്സ് ആണത്. LDL അധികമായി വെസൽസിന്റെ ഉള്ളിലുള്ള LDL വലിച്ചു കൊണ്ടുപോയിട്ട് അത് ഇത് ലിവറിൽ കൊണ്ടുപോയി അവിടെയാണ് അതിന് വീണ്ടും ലിവർ ബയലുണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ലിവറിൽ അത് ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. HDL ചീത്ത കൊഴുപ്പിന് ക്യാരി ചെയ്യുന്നതാണ്. അതാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അതൊരു മിത്താണെന്ന്. അപ്പൊ ഇത് ഞാനിത് പറഞ്ഞതാണ്. ഈ നമ്മളിപ്പോ ഇത് സൺലൈറ്റ് കൊണ്ട് നമുക്ക് ഇത് കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ എന്താണ്? UV ലൈറ്റ് ആയിരിക്കണം, അൾട്രാ വയലറ്റ് ലൈറ്റ് ആയിരിക്കണം കിട്ടേണ്ടത്. ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് എപ്പോഴാണ് കിട്ടേണ്ടത് എന്നുള്ളത് പ്രശ്നമാണ്. എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് പ്രശ്നമാണ്. എത്ര സമയം കിട്ടണം എന്നുള്ളത് പ്രശ്നമാണ്. അൾട്രാ വയലറ്റ് ലൈറ്റ് ഓരോ പ്രദേശത്തിൻ്റെയും ഇത് ലൈറ്റ് ആ പ്രദേശത്തിന്റെ സൂര്യാസ്തമയ സമയം, സൂര്യന്റെ ഉദിക്കുന്ന സമയമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. സമയം എല്ലായിടത്തും യൂണിവേഴ്സലായിട്ട് ഈക്വൽ ആയിരിക്കില്ല, ഒന്നായിരിക്കില്ല. പിന്നെ എന്താ നമ്മൾ നോക്കണത്? സൂര്യന്റെ ചരിഞ്ഞ രശ്മികള് നേർരശ്മികളും വരുന്ന സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആംഗിള് ഒരു 60 ഡിഗ്രിക്ക് മേലെ വരുന്ന സമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു 10 മണിക്ക് ശേഷമാണ്. ഒരു 3:30 മണി വരെയും ഇതിൽ നിൽക്കും. 3:30 മണി കഴിഞ്ഞ് വീണ്ടും താഴത്തേക്കുള്ള ചെരിഞ്ഞ രശ്മികളാണ്. കുറേം കൂടി നന്നായി പറയുകയാണെങ്കിൽ 10 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്ത് ആണ് നമ്മൾ ഇതിനെ അൾട്രാ വയലറ്റ് രശ്മികളെ എക്സ്പോസ് ചെയ്യേണ്ടത്. അതൊരു 10-15 മിനിറ്റ് വരെ എക്സ്പോസ് ചെയ്യണം. പക്ഷെ കേരളത്തിൽ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥ വരുന്ന സമയത്ത് അത്രയും നേരം എക്സ്പോസ് ചെയ്യണത് നന്നായിരിക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാനുള്ളത്? നമ്മൾക്ക് ഈ ഇത് വൈറ്റമിൻ D വാങ്ങി കഴിക്കാൽ ആണ് ഒരു കാര്യം. അല്ലെങ്കിലോ നന്നായിട്ട് വൈറ്റമിൻ D ഉള്ള ഭക്ഷണം കഴിക്കണം. വൈറ്റമിൻ D ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ D അബ്സോർവ് ചെയ്യാൻ പറ്റും. പിന്നെ സാറേ നമുക്ക് ഇനിയിപ്പം 6 മിനിറ്റേ ഉള്ളൂ. ഞാൻ വേഗം പറഞ്ഞു. ഈ ക്ലാസ് ഒന്നും കൂടെ എടുക്കാവോ? വൈറ്റമിൻ D മാത്രമായിട്ട് അത് നോക്കട്ടെ. ഇതങ്ങോട്ട് ഇറ്റ്സ് റോ ഫോം. വൈറ്റമിൻ D3 ഒരു ഇത് റോ ഫോമിലുള്ള ഇന്നാക്റ്റീവ് ആണ്. അതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ അതിന് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന്, അത് ബോഡിയുടെ ഉള്ളിൽ പോയിട്ടാണ് ആക്റ്റീവ് ആകുന്നത്. എങ്ങനെ? സൈസ് 10-30. ഈ സ്ലൈഡ് സൺലൈറ്റ്, ഡയറ്ററി ഫിഷ് ഓയില്, സാൽമൺ, മാർക്കൽ എന്ന് പറയുന്ന അയിലയാണ്. അതിനേക്കാളും നല്ലത് നമുക്ക് മത്തിയാണ്. ട്യൂണ, എഗ് യോക്ക്, ഫോർട്ടിഫൈഡ് മിൽക്ക് സപ്ലിമെന്റ്സ്, വിറ്റാമിൻ D ക്യാപ്സ്യൂൾ ആൻഡ് ഡ്രോപ്സ്. ഇതാണ് നമുക്ക് സോഴ്സസ് ആയിട്ട് ചെയ്തത്. ആക്ടിവേഷൻ എന്താണ്? ഈ വൈറ്റമിൻ D ആക്ടിവേഷൻ പാത്വേസ് D3യുടെ വൈറ്റമിൻ D ഇറ്റ്സെൽഫ് ബയോളജിക്കലി ഇന്നാക്റ്റീവ് ആണ്. അത് ഇന്നാക്റ്റീവ് ആയിരിക്കുള്ളൂ. നമ്മൾ എടുക്കണ വൈറ്റമിൻ D ഇന്നാക്റ്റീവ് ആയിരിക്കണം. അതിനെ ആക്ടിവേറ്റ് ചെയ്യണത് ലിവറിൽ വെച്ചും ഒന്ന് കിഡ്നിയിൽ വെച്ചിട്ടുമാണ്. ഈ കാൽസിഫെറോളിന് 25 കാൽസിഡ്രോ ഹൈഡ്രോ ഓക്സാലി വൈറ്റമിനാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഇന്ന്.
ഹൈഡ്രോക്സി വിറ്റാമിനാക്കി കൺവേർട്ട് ചെയ്യണം. ആ ഹൈഡ്രോക്സി ഇതാക്കി കൺവേർട്ട് ചെയ്യണം. അതിനെ നമ്മൾ കാൽസിഡോൾ എന്ന എൻസൈം എന്നാണ് പറയുന്നത്. അതിനെ വീണ്ടും ഹൈഡ്രോക്സിലൈസ് ചെയ്ത് വരുമ്പോൾ അത് സ്റ്റോറേജ് ഫോമിലുള്ള വൈറ്റമിൻ ഡി ആയി മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് ഫോമിലുള്ള വൈറ്റമിൻ ഡി ആണ് നമ്മൾ രക്തത്തിൽ കണ്ടുവരുന്നത്. രക്തത്തിൽ നമ്മൾ എടുക്കണ വൈറ്റമിൻ ഡി ഈ സ്റ്റോറേജ് ഫോമിലുള്ള വൈറ്റമിൻ ഡി ആണ്. അതിൻ്റെ കിഡ്നിയിൽ പോയി കഴിഞ്ഞിട്ട് അതിനെ 25 ഹൈഡ്രോക്സി വിറ്റാമിൻ D3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ആക്റ്റീവ് വൈറ്റമിൻ ആണ്. അത് കാൽസിട്രോൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാൽസിട്രോള് ബയോളജിക്കലി ആക്റ്റീവ് ഹോർമോണാണ്. വൈറ്റമിൻ ഡിയുടെ ബയോളജിക്കലി ആക്റ്റീവ് ഹോർമോണാണ്. ഇനി മെയിൻ ഫങ്ഷൻസ് വൈറ്റമിൻ ഡി കാൽസ്യം ഫോസ്ഫേറ്റ് 3 മിനിറ്റേ ഉള്ളൂ സാറേ. സാർ ഇത് തീരൂല. ഈ ക്ലാസ് നല്ല വ്യക്തമായിട്ടൊന്ന് എടുക്കണം. കാരണം ഈ കാലത്ത് ഇത് അത്യാവശ്യമാണ്. സാർ ഓടിച്ചു പോയാലും കഴിഞ്ഞ പറ്റൂല. സ്ലൈഡിലുണ്ടെങ്കിൽ ഇവരുടെ വിശദമായിട്ട് തരുന്നത് നല്ലതായിരുന്നു. ഞാൻ എന്നാ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ ആർക്കെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ചോദിച്ചാലോ. ഇത് ഈ വൈറ്റമിൻ D3 ഒരു മാത്രമായിട്ടൊരു ക്ലാസ് സാർ ആ തരണം കേട്ടോ. എടുക്കാം. നോക്കാം. ഇനിയിപ്പോ നമുക്ക് 3 മിനിറ്റാ ഉള്ളത്. ആർക്കെങ്കിലും സാറിനോട് ഒരു സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സാർ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഈ വൈറ്റമിൻ ഡി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണല്ലോ ഇപ്പം. ശരിക്കും സാർ അതൊന്ന് വിശദമായി ഞങ്ങൾക്ക് തരണം. ഹാൻഡ് റൈസ് ചെയ്യണേ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അതിൽ പൊട്ടൻസി ആയിരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നത്. അത് ഞാൻ മിക്കവാറും സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈപ്പർക്യോൺ 200 ആയിരിക്കുമല്ലോ സാറേ കൊടുക്കുന്നത്? അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഹൈപ്പറിക്കൻ 10 ആണ് കൊടുക്കുന്നത്. ഹൈപ്പറിക്കൻ 10. 10 കൊടുക്കുന്നത്. 10 ആണ് കൊടുക്കുന്നത്. എത്ര ഡോസ് കൊടുക്കും സാറേ? അത് വേദന പറയുന്നവരെ ദിവസം ഓരോ ഡോസ് കൊടുക്കും. ദിവസം ഓരോ ഡോസ്? വേദന പറഞ്ഞാൽ നിർത്തും. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കേസാണ്. ഹൈപ്പറിക്കൻ 10 ആണ് എൻ്റെ ഇതിൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. പക്ഷെ സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ വരുമ്പോൾ എന്നോട് പത്മനാഭൻ പറഞ്ഞ് അത് ടിഞ്ചർ കൊടുത്താലും 6X കൊടുത്താലും ആക്ഷൻ ഉണ്ടെന്നുണ്ടായിരിക്കും. ടിഞ്ചർ ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്, ആക്ഷൻ ഉണ്ട് കേട്ടോ ഹൈപ്പറിക്കത്തിന്. അത് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ഇന്റേണൽ ആയിട്ട്. അതെ. നമുക്ക് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ, ചോദിക്കട്ടെ. ഡോക്ടറെ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. സാറിന്റെ ക്ലാസ് വളരെ വാല്യുബിൾ ആയിരുന്നു. പിന്നെ സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചോദിക്കാമെന്ന ഒരു കാര്യം ചോദിക്കാം സാറേ. ഈ നെർവ് ഇഞ്ചുറിക്ക് ഹൈപ്പർക്കത്തിന്റെ ഉപയോഗം പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ മൂടടിച്ച് വീണ് ബാത്റൂമിൽ ഈ ബട്ടക്സ് പ്രസ് ചെയ്ത് വീണ് പുള്ളിക്ക് നല്ല കശേരുക്കളുടെ കംപ്രഷൻ വന്നു. കംപ്രഷൻ വന്ന് സ്പൈനൽ കോഡിന് കംപ്രഷൻ വന്നിട്ട് സ്പൈനൽ കോഡ് ഈ റിപ്സുമായിട്ട് ഈ വെർട്ടിബ്രയായിട്ട് കംപ്രഷൻ ആയിട്ട് പുള്ളി ഇപ്പോ എഴുച്ച് നടക്കാനൊന്നും വയ്യാതെ വീൽ ചെയറിലാണ് ഇപ്പൊ കഴിയുന്നത്. അതിന് മോഡേൺ മെഡിസിനിൽ വലിയ ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും സാറേ? കൊടുക്കണം തീർച്ചയായിട്ടും. ആർണിക്ക ഏത് പൊട്ടൻസി എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം? ഹൈപ്പറിക്ക എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ അത് എൻ്റെ മാത്രം അനുഭവം കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിച്ച് ഹൈപ്പറിക്ക ഞാൻ 10 ആണ് കൊടുക്കണത്. ഇനി എന്തായാലും ഈ കേസിൽ ഇത് വേണം. അയാളുടെ ഇഞ്ചുറി വേറെ സ്കാൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്തൊക്കെയാണുള്ളത്? സ്കാൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്. പുള്ളിയുടെ ഓർത്തോപീഡിക് സർജൻ, പുള്ളി മറ്റേ അമൃതയിലെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഈ ഇതിന്റെ ഈ കശേരുക്കളുടെ കംപ്രഷൻ വന്ന് സ്പൈനൽ കോഡിന് ഞെരുക്കം വന്നാണ് കാരണമെന്നാണ് അവർ പറഞ്ഞു വിട്ടത്. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ പുള്ളി ഫോണിൽ എന്നോട് സംസാരിക്കുകയായിരുന്നു.
നേരെ വെർട്ടിക്കലായിട്ട് വരികയാണെങ്കിൽ നെർവ്സിലല്ല, ഇത് നെർവ് റൂട്ടിലായിരിക്കുള്ളൂ കംപ്രഷൻ വരും. പിന്നെ ചെരിഞ്ഞൊക്കെ വന്നിട്ടുള്ള കംപ്രഷൻ ആണെങ്കിൽ സ്പൈനൽ കോഡിൽ കംപ്രഷൻ വരും. സ്പൈനൽ കോഡിൽ കംപ്രഷൻ അതാണ് പറയുന്നത്, സ്പൈനൽ കോഡിന്റെ കംപ്രഷൻ ആണ് പറയുന്നത്. അങ്ങനെ അതാണെങ്കിലും അവിടെ ആർണിക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിൻ. അതേപോലെ തന്നെ ഹൈപ്പറിക്കാണ് വേദന ഇതും കുറക്കാൻ പറ്റും. അയാൾ എത്ര നാളായിട്ടുള്ളതാണ്? പുള്ളിക്ക് ഏകദേശം ഒരു വർഷത്തോളമായി. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് പുള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അറിഞ്ഞത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അത്രയും വർഷമാകുമ്പോൾ അവസ്ഥയുള്ള ഡീജനറേറ്റീവ് ചേഞ്ചസ് കുറേം കൂടി കൂടുതലായിരിക്കുള്ളൂ. എന്നാലും ആർണിക്ക കൊടുത്ത് നോക്കാം. ആർണിക്ക ഏത് പൊട്ടൻസി എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം സാറേ? ആർണിക്ക തെറപ്പി കൊടുത്താൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. അയാളുടെ കണ്ടിന്യൂസ് ആയിട്ട്. അവിടെ ഹൈപ്പർ കേസിന്റെ യൂസ് വരുന്നുണ്ടോ സാറേ? നെർവ് എവിടെ നെർവ്സ് ഇഞ്ചുറി വന്നാലും ഹൈപ്പർക്കം കൊടുക്കും. എവിടെ നെർവ്സ് ഇഞ്ചുറി, അത് സ്പൈനൽ കോഡിലായാലും ശരിയാണ്, വേറെ നെർവ്സ് എവിടെ ഇത് ചെയ്താലും ഹൈപ്പർക്കം കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ കേസിൽ ഹൈപ്പറിക്കോ ആർണിക്കോ മാറി മാറി കൊടുത്താൽ എങ്ങനെയാ സാറേ? അല്ല, മാറി മാറി തന്നെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഹൈപ്പർക്കം ഒരു പ്രാവശ്യം കൊടുക്കുക, ആർണിക്ക 3 പ്രാവശ്യം കൊടുക്കുക. അങ്ങനെ ഓക്കെ. അതെ, ശരി. ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. വളരെ സന്തോഷം സാറിന്റെ ഈ അഡ്വൈസിന് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇന്ന് സാറ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ക്ലാസ് എടുത്ത് തന്നതിന് നമ്മളുടെ IFPHലെ എല്ലാവർക്കും സാറിനോട് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. സാറ് വീണ്ടും വന്ന് നമുക്കിതുപോലെ വിലയേറിയ ക്ലാസ്സുകൾ തരണമെന്ന് എല്ലാവരുടെയും പേരിൽ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എന്തായാലും ഇന്നത്തേക്ക് അങ്ങയോട് വിട പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. നന്ദി ജയേന്ദ്രൻ ഡോക്ടറെ. എന്തായാലും സാറ് വളരെയധികം പ്രയോജനമുള്ളൊരു ക്ലാസ്സാണ് സാർ എടുത്തത്. ഇതുപോലെയുള്ള ചികിത്സാനുഭവങ്ങളുമായി വീണ്ടും വരണം. അതിൻ്റെ കൂടെ ഈ വൈറ്റമിൻ ഡിയുടെ അത് മുഴുവൻ ക്ലാസ്സും ഞങ്ങൾക്ക് എടുത്തു തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1868 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.